ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഗ്രീഷ്മാസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അവിയൽ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായ കഷ്ണങ്ങൾ കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വയ്ക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ്, ബീൻസ്, പയർ, കൊത്തമര, മുരിങ്ങക്കായ, കയ്പ്പയ്ക്ക, നേന്ത്രക്കായ, ചേന. കഷ്ണങ്ങൾ എടുക്കുമ്പോൾ ഇന്നത് വേണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഷ്ണങ്ങൾ എടുക്കുക. ഇനി നമുക്ക് കഷ്ണങ്ങൾ വേവിച്ചെടുക്കാം. ആവശ്യമായിട്ടുള്ള ഉപ്പ്, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കറിവേപ്പില, 3 പച്ചമുളക് കീറിയത്, 1/4 കപ്പ് വെള്ളം. ഇത് നന്നായി മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കുക. വേവുന്നത് വരെ ഇടയ്ക്കിട്ട് മൂടി തുറന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം കഷ്ണങ്ങളൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത മോര് 1/4 കപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. മോരില്ലാന്നുണ്ടെങ്കിൽ തൈരോ പുളിയോ നമുക്ക് ഇതിന് പകരം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് 1/4 കപ്പ് നാളികേരം, 3 ചെറിയുള്ളി, 1 ടീസ്പൂൺ ജീരകം. ജീരകവും ഉള്ളിയും പതുക്കെ ഒന്ന് ചതച്ചെടുക്കുക. അതിനുശേഷം നാളികേരം ചേർത്ത് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അധികം അരഞ്ഞു പോകരുത്, ചതച്ചെടുത്താലും മതി. ഇനി നമുക്ക് വേവിച്ച കഷ്ണങ്ങളിലേക്ക് അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം കമൻറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നവരേക്കും ബൈ.